ഹലോ ഗൈസ്, എന്തുണ്ട്? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാറമട വീട്ടിലേക്കാണ്. ഇന്നത്തെ നമ്മൾ ഷൂട്ട് ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പാറമട വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. വാഴക്കാലമുള്ള ഉപ്പുമുളകും വീടാണ്. ഉപ്പുമുളകും വീടെന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും മനസ്സിലാവുക. രാവിലെ തന്നെ വന്ന് ആർട്ടിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്തു. പിന്നെ ഡയറക്ടർ ജിസ്വേ സാറായതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഭയങ്കര സ്പീഡായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് സ്പീഡായിട്ട് തന്നെ പണിയെടുക്കണം. ഇതിന് മുമ്പ് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് സാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. കുറച്ചധികം പണിയുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് പോകും. പിന്നെ ടെക്നിക്കൽ സൈഡിൽ പണിയെടുക്കുന്ന എല്ലാ ആൾക്കാരും പരിചയക്കാരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സമയം ബോറടിക്കാറില്ല. എല്ലാവരുമായിട്ടും മിണ്ടിയും പറഞ്ഞൊക്കെ ഷൂട്ട് അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ സാർ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത് കാണാനും ഭയങ്കര രസമാണ്. കാരണം സാർ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അത് കാണാനും നല്ല രസമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളെ പണി അടിപൊളിയായിട്ട് തീർക്കും വേണം. പിന്നെ ഷൂട്ട് അത്യാവശ്യം സ്പീഡായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ സമയം പോകുന്നത് അറിയത്തില്ല. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്ന വീടിന്റെ അകത്തേക്കായിരിക്കും. അകത്തെ പരിപാടി കുറേയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സെറ്റപ്പ് ചെയ്യാനായിട്ട് ആശാനും വേറെ രണ്ടുപേരും കൂടി ഉണ്ട് അവിടെ. നമ്മളിവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പരിപാടിയൊക്കെ സെറ്റപ്പ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പരിപാടി കുറേ കുറഞ്ഞു കിട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ചെയ്യാറ്. എനിക്ക് ശരിക്കും സെറ്റിൽ നിൽക്കാനാണ് ഇഷ്ടം. കാരണം സെറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള വലിയ വലിയ ഷൂട്ടുകളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെയുള്ള വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെയും ക്യാമറമാൻ്റെയും ടെക്നിക്കൽ സൈഡിലുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. എന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ വർക്കിനൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. കാരണം എത്രയോ ആൾക്കാർക്ക് കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടാറുള്ളത്. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം പാക്കപ്പ് ആവാനുള്ള സമയമായി. ഇനിയിപ്പോൾ പാക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികളുണ്ട്. ഇവിടെയൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ച് റെന്റിനെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്ത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.